20-ാം വയസ്സിൽ മരണകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ജീവിതം തീർന്നു എന്ന് വിചാരിച്ച സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും ജീവിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെയാണ് ഈ മനോഹരമായ പുസ്തകത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ദ 4 അഗ്രിമെന്റ്സ് ബൈ മിഗൽ റോയ്സ്. 20-ാം വയസ്സിൽ ജീവിതം തീർന്നു ചിന്തിച്ച സമയത്ത് അദ്ദേഹം ടോട്ടക് എന്ന് പറയുന്ന വളരെ മനോഹരമായ മെക്സിക്കൻ ആശയത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ബാല്യകാലങ്ങളിലെ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ബാല്യകാലം നല്ലതായിരുന്നുവെങ്കിൽ, സുന്ദരമായിരുന്നുവെങ്കിൽ നമ്മുടെ മനോസ്ഥിതിയും ഒപ്പം തന്നെ മനോധൈര്യവും എല്ലാം നന്നാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നാം വീണു പോകുന്നതും പതറിപ്പോകുന്നതും അതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാലത്തെ ദുരിതപൂർണമായ അനുഭവങ്ങളായിരിക്കാം. പക്ഷേ നാം ഇന്നലെ എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ നാളെ നിർണ്ണയിക്കുവാൻ സാധിക്കില്ലല്ലോ. നാം ഇന്ന് എന്താണെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാളെ നിശ്ചയിക്കുന്നത്. അതാണ് ഇദ്ദേഹവും മനസ്സിലാക്കിയത്. റൂയിസും അങ്ങനെ ഒരു 4 അഗ്രിമെന്റ്സ് കണ്ടെത്തുകയാണ്. 20-ാം വയസ്സിൽ അദ്ദേഹം തീർന്നു എന്ന് വിചാരിച്ചു. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അദ്ദേഹം കടന്നുപോയി. മരിക്കുമെന്ന് തോന്നിപ്പോയി. നിരാശയുടെ ആഴത്തിലായി പോയി. ഒന്ന് ആലോചിച്ച് നോക്കി, 20-ാം വയസ്സെന്ന് പറയുന്നത് ജീവിതത്തിന്റെ സുവർണമായ അവസ്ഥയാണ്. അവസ്ഥയിൽ അദ്ദേഹം തീർന്നു പോയെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അതിനെ അദ്ദേഹം മറികടക്കുകയാണ്. എന്താണ് 4 അഗ്രിമെന്റ്സ്? 4 അഗ്രിമെന്റുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ സൂപ്പർ സോൾ കോൺവെർസേഷൻ എന്ന് പറയുന്ന ഓർഫ വിൻഫ്രയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഷോ ഉണ്ട്. ആ ഷോയിൽ ഒരിക്കൽ ഈ മിഗൽ റോയ്സ് കടന്നു വരികയും ഓർഫ വിൻഫ്രിയുമായി ഒരു കോൺവെർസേഷൻ നടത്തുകയും ചെയ്തു. അത് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചൈൽഡ്ഹുഡ് എത്രമാത്രം പ്രശ്നബാധിതമായിരുന്നു, എന്നാൽ താൻ ഇങ്ങനെയാണ് അതിനെ മറികടന്നത്. ആ ചൈൽഡ്ഹുഡിലെ പ്രതിസന്ധികളെ മറികടക്കുവാൻ ഈ 4 അഗ്രിമെന്റ്സ് എങ്ങനെ സഹായിച്ചു. മാത്രമല്ല ഓർഫ വിൻഫ്രിയും ഈ ചിന്തകളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരാളാണ്. നിരാശയുള്ളവളായിരുന്നു, അനാഥയായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളായിരുന്നു, പീഡിപ്പിക്കപ്പെട്ടവളായിരുന്നു. പക്ഷേ ലോകത്തെ കീഴ്മേ മറിച്ച ഒരു മോട്ടിവേറ്ററും സംഗീതജ്ഞയും ഒപ്പം തന്നെ പ്രസംഗികയും എഴുത്തുകാരിയും എല്ലാമായി മാറുവാൻ സാധിച്ചതും ഇത് തന്നെയാണ്. നിങ്ങളുടെ പാസ്റ്റ് എന്താണെന്നുള്ളതല്ല, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഫ്യൂച്ചറെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ബി ഇംപീക്കബിൾ വിത്ത് യുവർ വേർഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വാക്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അനാവശ്യമായി വെറുതെ പ്രോമിസ് ചെയ്യുകയാണോ? പ്രോമിസ്ലെസ് ഡെലിവർ മോർ എന്ന് പറയുന്ന മനോഹരമായ ഒരു ആശയമുണ്ട്. കുറച്ച് പ്രോമിസ് ചെയ്യുക, അധികം ചെയ്യുക. വെറുതെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ആളുകളെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. പറഞ്ഞ വാക്കുകൾ പാലിക്കുക എന്നുള്ള ശക്തമായ എഗ്രിമെന്റ്, കമാൻഡ്മെന്റ് ജീവിതത്തിൽ ഫോളോ ചെയ്യാനായി ഈ പുസ്തകം നമ്മെ ഒന്നാമതായി ഓർമ്മിപ്പിക്കുകയാണ്. ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി. പലപ്പോഴും ജീവിതത്തിൽ കുടുംബങ്ങളിലും സമൂഹത്തിലും ടീമുകളെല്ലാം പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ആശയങ്ങളെ പേഴ്സണലായി എടുക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ ആശയം എന്നെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാനാണ് ഉപയോഗിച്ചതെന്ന് ചിന്തിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? അതൊരു ആശയത്തെക്കുറിച്ച് മാത്രമാണ്. ചിലപ്പോൾ മതത്തെക്കുറിച്ചായിരിക്കാം, രാഷ്ട്രീയത്തെക്കുറിച്ചായിരിക്കാം, രാജ്യത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ 2 വ്യക്തികളെ കുറിച്ചായിരിക്കാം. വ്യക്തിയെ മാറ്റി നിർത്തി ആശയങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുവാനായി ശ്രമിക്കുക. ആ ചർച്ച മാറിക്കഴിയുമ്പോൾ ആശയങ്ങൾ മാത്രം നിലനിൽക്കുകയും വ്യക്തികൾ പരസ്പരം പഴയതുപോലെ തന്നെ ബന്ധത്തിലേക്ക് മടങ്ങി വരുവാനുമായി ശ്രമിക്കുക. എക്കോട്ടോളയുടെ ദ പവർ ഓഫ് ഹെവൻ പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡക്കുകൾ, താറാവുകളെല്ലാം ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്തതിനു ശേഷം അവയെല്ലാം ചിറകെല്ലാം പറത്തി തങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം മാറ്റി വീണ്ടും പഴയതുപോലെ വരുന്നുണ്ട്. സോ ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി. അതുകൊണ്ടാണ് ആരോഗ്യകരമായ സംവാദങ്ങളും ചർച്ചകളും ചെയ്യുന്നതിലൂടെ പരസ്പരം മനസ്സിലാക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് ഡോണ്ട് മേക്ക് അസംഷൻസ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. പലരും ജീവിതത്തിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജുകളിൽ പ്രായമായി കഴിയുമ്പോൾ, കുറെ ജീവിതം പോയി കഴിയുമ്പോൾ പറയും എനിക്കത് തെറ്റുപറ്റിപ്പോയി എന്ന്, ഞാൻ ചെയ്ത അസംഷൻ ശരിയായതില്ല എന്ന്, അന്ന് അങ്ങനെയല്ല ചിന്തിക്കേണ്ടിയിരുന്നതെന്ന്, ഞാൻ വെറുതെ തെറ്റായി അയാളെക്കുറിച്ച് ചിന്തിച്ചു പോയല്ലോ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി പോയല്ലോ എന്ന് പരിതപിക്കാറുണ്ട്. ഒരിക്കലും അസംഷൻസ് ചെയ്യാൻ പാടില്ല. നാം കേട്ടിട്ടുണ്ടോ, നാം കണ്ടിട്ടുണ്ടോ, നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. എപ്പോഴും അസംഷൻസിനെ മാറ്റി നിർത്തുക. കഴിയുമെങ്കിൽ, പറ്റുമെങ്കിൽ തീർച്ചയായും നേരിട്ട് ചോദിക്കാൻ ശ്രമിക്കുക. അസംഷൻസ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് മൂന്നാമത്തെ എഗ്രിമെന്റായ 4 അഗ്രിമെന്റ് പുസ്തകത്തിൽ റൂയിസ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഓൾവേസ് ഡു യുവർ ബെസ്റ്റ് എന്നാണ് ഈ പുസ്തകത്തിലെ 4ാമത്തെ എഗ്രിമെന്റ്. നാം അത് ചെയ്യാറുണ്ടോ? ഏത് സാഹചര്യത്തിലായാലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും പുതിയതായി ജോലിക്ക് വരുന്ന ആളുകളെ കാണാറുണ്ട്. അവർ പറയുന്നു, ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ജീവിതം ഹോമിക്കുകയാണ്, എനിക്ക് വേണ്ട ശമ്പളമൊന്നും കിട്ടുന്നില്ല, എനിക്ക് വേണ്ട റെക്കഗ്നീഷൻ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞാൻ ഉഴപ്പിയേക്കാമെന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരാണോ? നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിലും
നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നില്ലെങ്കിലും ഏറ്റവും ബെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള ആളാണെന്നുള്ള ഒരു ബോധ്യം സമൂഹത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതോ. സോ ഡു യുവർ ബെസ്റ്റ് ഓൾവേസ്. നിങ്ങൾ നാളെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സമൂഹം വിലയിരുത്താൻ പോകുന്നത്, നിങ്ങളെ ആളുകൾ വിലയിരുത്താൻ പോകുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ കമ്പനിയിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആളുകളെ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്തിട്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദ 4 അഗ്രിമെന്റ്സ് വളരെ മനോഹരമായ പുസ്തകമാണ്. ജീവിതം മാറട്ടെ. ഓൾ ദ ബെസ്റ്റ്.